ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഞാൻ കരുതി ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് വിത്തൗട്ട് കംപ്ലീറ്റിംഗ് ദി ഹോൾ സിലബസ് ക്ലിയർ ചെയ്തതെന്ന് പറയാമെന്ന്. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസിനെ നമ്മൾ മെയിനായിട്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, പിന്നെ GK. അതിൽ ഇംഗ്ലീഷ്, മലയാളവും മാത്സും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പഠിക്കണം, ബിക്കോസ് അതൊരു മേജർ പോർഷനാണ്. എഗെയിൻ GK മേജർ പോർഷൻ ആണെങ്കിലും അത് ഭയങ്കര വാസ്റ്റാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു GK ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന സിലബസിലെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാകും. GKനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മേജർ തീംസ് റിപ്പീറ്റിംഗ് ആണെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ സംഭാവന, അതിനകത്ത് തന്നെ പോർച്ചുഗീസുകാർ, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ, അതുപോലെ കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ, അതുപോലെ ഇപ്പോൾ എക്കണോമിക്സിലാണെങ്കിൽ 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്, GDP, അങ്ങനെ പല പല ടോപ്പിക്കുകൾ. ഈ മെത്തേഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇഫ് യു ഹാവ് ടൈം പ്ലീസ് ടു കംപ്ലീറ്റ് യുവർ സിലബസ്. കാരണം നമ്മൾ ഇപ്പം സിലബസ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എനിവേ നമുക്കത് മെയിൻസിന് ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ ഇഫ് യു ആർ സമ്മൺ വർക്കിംഗ് ഒക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ടൈം കുറവാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറഞ്ഞ ടൈമിൽ തന്നെ കൂടുതൽ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ലാസ്റ്റ് ടൈം എനിക്ക് അത്ര ടൈം ഉണ്ടായില്ല, ബിക്കോസ് ഐ വാസ് ഡൂയിങ് ഇറ്റ് വിത്ത് മൈ കോളേജ്. പക്ഷേ ഇപ്പം നമുക്ക് നിലവിൽ ഇനി പ്രിലിംസിന് കുറച്ച് മാസങ്ങളും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് വി ഹാവ് ഇനഫ് ടൈം ടു കംപ്ലീറ്റ് ദ സിലബസ്. ഇപ്പം നിലവിൽ ഞാൻ ഈ മെത്തേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.